നമസ്കാരം. ഇത് പരമേശ്വരൻ. ഫാക്ട് സ്കൂളിൽ പഠിച്ച, ഫാക്ട് സ്കൂളിന് സമീപം താമസിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ ആലുവ പാനായിക്കുളത്ത് താമസിക്കുന്ന കലകളെ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ. ഡോക്ടർ അംബേദ്കർ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തിത്വം. തെയ്യം കലാരൂപത്തിന്റെ രൂപങ്ങൾ പാഴ്വസ്തുക്കളിൽ പുനരാവിഷ്കരിച്ചും കുരുത്തോലയിൽ നിരവധി വസ്തുക്കൾ നിർമ്മിച്ചും വിദേശത്തു നിന്നും വരുന്നവരെ ആകർഷിപ്പിക്കുന്ന തരത്തിൽ വിവിധ നാടൻ കലാരൂപങ്ങൾ നിർമ്മിച്ചും പ്രദർശിപ്പിച്ചും വരുമാനം കണ്ടെത്തുന്ന വന്ധ്യവയോധികൻ. കാൽവേദനയെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്ന് മാറിക്കഴിച്ച് ഇപ്പോൾ ഒരു കാലിന് തീരെ ബലമില്ലാതെ അധിക സമയം ഇരുന്നും നിന്നും കൊണ്ട് ഫാക്ട് സ്മൃതിപർവം പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെതായ കലാരൂപങ്ങൾ പ്രദർശിപ്പിച്ചും ഗൈഡൻസിലൂടെ പുതിയ തലമുറയെ പഠിപ്പിച്ചും കൊണ്ട് വന്ന പൂർവ്വ വിദ്യാർത്ഥി. ജെ ടൈംസ് സ്കൂൾ തിരുമുറ്റം പരിപാടിയിൽ അദ്ദേഹം ചേരുന്നു. എൻ്റെ പേര് പരമേശ്വരൻ. ഞാൻ ഫാക്ട് സ്കൂളിലെ 83 വർഷം വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ കലാപരമായ എല്ലാ ഇതും വേസ്റ്റ് മെറ്റീരിയൽസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ചെയ്യാറുണ്ട്. വേസ്റ്റ് കൊണ്ടുള്ള തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം, അതേപോലെ തന്നെ ഇത് ഓല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന തൊപ്പി. ഇത് 30-ൽ പല ഐറ്റം ഞാൻ ഈ ഓല കൊണ്ട് തന്നെ ഉണ്ടാക്കി. തെയ്യം അതെനിക്ക് 2014 അംബേദ്കർ ഫെലോഷിപ്പ് നാഷണൽ അവാർഡ് കിട്ടി. അതിനുശേഷം കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനത്തും ഞാൻ ഈ കലാരൂപമായിട്ട്. ഈ കലാരൂപം ഉണ്ടാക്കാൻ എന്താണ് ഒരു പ്രചോദനം കിട്ടിയത്? കലാരൂപം ഉണ്ടാക്കാനൊരു പ്രചോദനം കിട്ടിയത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരാണ് ആദ്യം ചെറുപ്പത്തിൽ തന്നെ എന്നെ തപ്പയുണ്ടാക്കാൻ പഠിപ്പിച്ചത്. ആ ഒരു ഇത് പിന്നീട് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഓല കൊണ്ടുള്ള പരിപാടികൾ കണ്ട് ആണ് ഈ ഓല കൊണ്ടുള്ള പരിപാടികൾ. ഇന്ന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകാർക്ക് വേണ്ടി ഫോറിനേഴ്സ് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ 5-സ്റ്റാർ ഹോട്ടലുകളിൽ അവർക്ക് കാണാൻ വേണ്ടി ഓല കൊണ്ടുള്ള തൊപ്പി, കൊട്ട, പച്ചക്കുതിര, 30-ൽ പല സാധനങ്ങൾ ഉണ്ടാക്കി കാണിച്ചു. എൻ്റെ ഒരു വരുമാന മാർഗമായിട്ട് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നു. തെയ്യം അത് എനിക്ക് 2014 അംബേദ്കർ ഫെലോഷിപ്പ് നാഷണൽ അവാർഡ് കിട്ടി. അതിനുശേഷം ഇവൻറ്റുകാരുടെ തന്നെ പ്രോഗ്രാം തെയ്യം ഡാൻസ് ഗ്രൂപ്പുകാരിലൂടെയും പലരും ചെയ്തു. അതും ശരിക്കും ഈ ഇത് ചെയ്തു തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഏകദേശം ഒരു 30 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ തെയ്യം ചെയ്യാൻ. എനിക്ക് 2014 ഡിസംബറിലാണ് ഈ ഭാരതീയ ദലിത് സാഹിത്യ അക്കാദമിയുടെ നാഷണൽ അവാർഡ് കിട്ടി. അത് ഡൽഹിയിൽ വെച്ചായിരുന്നു. അതിനുശേഷം നമുക്ക് നല്ലൊരു ഇതാണ്, എല്ലാ ആളുകളും അറിയപ്പെടുകയും ഈ ഇങ്ങനെ ഒരു കേരളത്തിൽ എന്ത് പ്രോഗ്രാം വന്നാൽ തന്നെ നമുക്ക് അതിനൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ അണ്ടർ വേൾഡ് കപ്പ് കലൂർ സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടി. നരേന്ദ്രമോദി കൊല്ലത്ത് നാഷണൽ ഹൈവേ ഉദ്ഘാടനം വന്നപ്പോൾ അയാളെ സ്വീകരിക്കാൻ പറ്റിയ സച്ചിൻ ടെണ്ടുൽക്കർ വന്നപ്പോൾ അങ്ങനെ നിരവധി അവസരങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ കല കൊണ്ട് എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും ഒരു കേരളത്തിന്റെ തനതായിട്ടുള്ള അല്ലേ, കേരളത്തിന്റെ തനതായിട്ടുള്ള കലാരൂപങ്ങൾ ഒട്ടുമിക്കതും ഞാൻ ചെയ്യാറുണ്ട്. അത് ജനങ്ങളിലേക്കൊരു എത്തിക്കാനും അല്ലേ, ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പം നമ്മൾ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഈ ഓല കൊണ്ടുള്ള പരിപാടി, അത് തൊപ്പിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ തൊപ്പി നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് പിടിക്കുക ഒരു തൊപ്പിയുണ്ട്. തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഓല എടുക്കുന്നതിൻ്റെ എണ്ണം അനുസരിച്ചാണ് തൊപ്പിയുടെ വലിപ്പം. ഇന്നിപ്പോൾ ഞാൻ പല സ്കൂളുകളിലും ഇതിന് ഒരു 1 ഡേ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. നമ്മളുടെ അടുത്ത് ആരും ഇത് പഠിക്കാൻ താല്പര്യപ്പെട്ട് വന്നാലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനും തയ്യാറാണ്. ഓക്കെ, കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.